നൊന്ത് പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മമാരുണ്ടല്ലോ. ഉമ്മാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരു പെണ്ണ് ഹലാലായ മാർഗത്തിലൂടെ ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ, അല്ലാഹുവേ, പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് മരിച്ചാൽ അവൾക്ക് ഷഹീദിന്റെ കൂലിയാണ്. പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണ് മരിച്ചു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയാ. അല്ല, നീ നൊന്ത് പ്രസവിച്ചവളാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണിന്റെ ശരീരത്തില് എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും പകരം അല്ലാഹു നന്മ കൊടുക്കുകയാ. അവളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. അല്ലാഹുവേ, പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങള് നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും പട്ടിണി കിടന്നിട്ടാണെങ്കിലും രോഗം പിടിച്ച് കിടന്നാൽ പടച്ചവനെ തന്റെ പൊന്നാര മക്കളൊന്ന് കരഞ്ഞാ എടുത്തു വെച്ച് പാല് കൊടുക്കുന്ന ഉമ്മ, സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ട് മക്കളെ പോറ്റുന്ന ഉമ്മ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു ആ ഉമ്മയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് ബദറിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, കയ്യും കണ്ണും കാലും കരളും തലച്ചോറ് പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു ഇതുപോലെയുള്ള 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ് തന്റെ ഭർത്താവിന് അല്ലാഹുവേ സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന ഒരു ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്നത്.